ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാദ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. കാലദേശങ്ങൾ കടന്നു വന്നല്ലോ താപസശ്രേഷ്ഠനാം സദ്ഗുരുവേ. കാലങ്ങളെത്ര കടന്നു പോയെന്നാലും കാലാധിപത്യായി വാഴ്ത്തപ്പെടട്ടെ. 1000 സൂര്യശോഭയാർന്നിടും നിൻ കർപ്പൂര ഗന്ധമെഴുന്ന മഹിമകൾ, നിൻ കർപ്പൂര ഗന്ധമെഴുന്ന മഹിമകൾ. ഈ വരികളിലെ സൂര്യപ്രഭയും കർപ്പൂരഗന്ധവും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലാണ് പേര് കൊണ്ടുപോലും അത്ഭുതവും ആത്മീയതയും സൃഷ്ടിക്കുന്ന കഞ്ചാവ് സ്വാമികൾ എന്ന് വിളിക്കുന്ന ബ്രഹ്മശ്രീ യോഗാനന്ദ പരമഹംസരുടെ സമാധിസ്ഥലം. ഇത് എറണാകുളം ജില്ലയിലെ നായരമ്പലം എന്ന തീരദേശ ഗ്രാമം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചാരിയായ ഒരു സന്യാസി എത്തിച്ചേർന്നു. ഇവിടം മാത്രമല്ല, പട്ടണംകവല, മൂത്തകുന്നം, ചെറായി, പാലിയം, അയ്യമ്പിള്ളി അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും അവർക്കുണ്ടാകുന്ന ശാരീരിക വ്യാധികളെ സുഖപ്പെടുത്തിയുമിരുന്നു. എന്നാൽ പരമ്പരാഗത ജീവിത സന്യാസചര്യയായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. വസ്ത്രധാരണം, ഭക്ഷണം, സംസാരം തുടങ്ങിയ എന്തിലും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. മീൻകറിയും കള്ളും കഞ്ചാവും കഴിക്കുന്ന സ്വാമി എന്ന് പറയുമ്പോൾ തന്നെ ഇന്നുപോലും നമുക്ക് ആശ്ചര്യമുണ്ടാവുക സ്വാഭാവികം. പക്ഷേ അന്ന് ജനം അതിനുള്ളിലും ദിവ്യമായൊരു ശ്രേഷ്ഠത കണ്ടെത്തി ആ ഗുരുവര്യനെ കഞ്ചാവു സ്വാമികൾ എന്ന് വിളിച്ചു പോന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നടത്തിയതും കഞ്ചാവ് സ്വാമികളായിരുന്നു.
ഈ പ്രതിഷ്ഠ പോലും പരമ്പരാഗതമായി തുടർന്നു പോരുന്ന പൂജാവിധികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു. സ്വന്തം വായിലെ താമ്പൂലാഭിഷേകം നടത്തിയാണ് സ്വാമികൾ പ്രതിഷ്ഠ ഉറപ്പിച്ചതെന്ന് പറയുമ്പോൾ പ്രകൃതിയും മനുഷ്യ ശരീരവും അതിലെ വിസർജ്യങ്ങളുമൊക്കെ ദൈവീകതയുടെ അംശങ്ങളാണെന്നുകൂടി അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമായി കൊച്ചമ്പലം എന്ന വിളിപ്പേരിൽ സ്വാമികൾ സമാധിയിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമയോടെ ജനങ്ങൾ ഇന്നും അദ്ദേഹത്തെ ആരാധിച്ചു വരുന്നു. കഞ്ചാവ് സ്വാമികളുടെ ജീവിത ചിത്രം ഓർമ്മയിൽ നിന്നും വാക്കുകളിലൂടെ വരച്ചിടുകയാണ് ക്ഷേത്രം സെക്രട്ടറിയായ ശ്രീ M.R. വിശ്വനാഥൻ. നാം ഇവിടെ നിൽക്കുന്നത് കഞ്ചാവ് സ്വാമികളുടെ സമാധി മണ്ഡപത്തിന് തൊട്ടരികിലാണ്. കഞ്ചാവ് സ്വാമികൾ എന്ന് ഏവരാലും അറിയപ്പെടുന്ന ബ്രഹ്മശ്രീ യോഗാനന്ദ പരമഹംസർ, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും സമകാലികനും മൂവരും വിവിധ കാര്യങ്ങളിൽ ഏകോപിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സന്യാസിവര്യന്മാരാണ്. കഞ്ചാവ് സ്വാമികളുടെ പ്രത്യേകത, നാം അറിയപ്പെടുന്ന ഇതുവരെ കിട്ടിയിട്ടുള്ള രേഖകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ കീഴ്ത്താണി ഇല്ലം എന്ന് പറയുന്നൊരു മനയിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ്. ആധികാരികമായി അതിന് യാതൊരു രേഖകളും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, അദ്ദേഹം എത്ര പ്രായം വരെ ജീവിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരാരാണ്, ഈ മാതിരി കാര്യങ്ങളെല്ലാം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ്. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗക്കാർ സ്വന്തം പുരാണങ്ങളും ചരിത്രങ്ങളും രേഖപ്പെടുത്തി വെക്കാതിരുന്നതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇന്ന് നിരവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള പഴയകാല ചരിത്രങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നത്. കഞ്ചാവ് സ്വാമികൾ എന്ന മഹാഭക്തൻ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കഞ്ചാവ് സ്വാമി എന്ന് ലഭിക്കുവാൻ കാരണം കള്ളും കഞ്ചാവും മീനും യഥേഷ്ടം ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. സ്വന്തം ആവശ്യത്തിനുള്ള കഞ്ചാവോ കറുപ്പോ വാങ്ങാൻ സ്വന്തമായി മറ്റു വരുമാനങ്ങളില്ലാതിരുന്ന സ്വാമികൾ അല്പം സ്വർണം സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് അത് വിറ്റഴിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ സ്ഥിരമായി കഞ്ചാവ് വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്ത് സ്വർണം മാറി കഞ്ചാവ് വാങ്ങിക്കുക എന്ന ഒരു സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽ ആരോപ്പെടുത്തിയപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ അന്നത്തെ കൊച്ചി രാജാവ് ഉത്തരവിടുകയാണ്. അങ്ങനെ ആ ഉത്തരവിന് ശേഷം അന്വേഷിച്ചു വന്നപ്പോൾ നായരമ്പലത്ത് ഇങ്ങനെ ഒരു സ്വാമികളുണ്ടെന്നും അദ്ദേഹമാണ് ഇത് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി കഞ്ചാവ് സ്വാമികളെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ ആ അന്വേഷണം അവിടെ അവസാനിപ്പിക്കുകയും അന്വേഷണ കമ്മീഷനായി വന്ന ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയും സ്വാമികളോട് മാപ്പ് ചോദിച്ചു എന്നുമാണ് ചരിത്രം പറയുന്നത്. സ്വാമികളുടെ പ്രത്യേകത, ഏറ്റവും വലിയ സന്യാസിവര്യൻ ശിവയോഗി, ശിവയോഗിയും സന്യാസിവര്യനും ആയിരുന്ന അദ്ദേഹം സ്വന്തം ഭക്തജനങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ പരമാവധി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നൊരു സന്യാസിവര്യനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വരുന്ന നിരവധി ഭക്തന്മാർ അനുഭവിക്കുന്ന രോഗങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള അന്തഃഛിദ്രങ്ങൾ, അതുമാതിയുമായി ബന്ധപ്പെടുന്ന ജീവിത പ്രയാസങ്ങൾക്ക് മുഴുവനും പരിഹാരം കാണാൻ കഞ്ചാവ് സ്വാമികളുടെ അടുത്ത് വന്നാൽ സ്വതസിദ്ധമായ ശൈലിയിൽ അസഭ്യവർഷം കൊണ്ട് തൻ്റെ ഭക്തന്മാരെ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്ന ഭക്തന്മാർക്ക് പരിഹാരമായി കൊടുക്കുന്നത് ഉപദേശങ്ങളും രോഗികളായി വരുന്നവർക്ക് കൊടുത്തിരുന്നത് താൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഭക്ഷ്യഭാഗത്തിൻ്റെ അവശിഷ്ടങ്ങളുമാണ്.
സ്ഥിരമായി കള്ളും കഞ്ചാവും കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ തലക്കടുത്ത് ഇവിടെ ഒരു ഏറുമാടം വെച്ച് കെട്ടി ഏറുമാടത്തിനകത്ത് കിടന്നുറങ്ങിയിരുന്ന സ്വാമികൾ ആ ഏറുമാടത്തിൻ്റെ മൂലയിൽ വെച്ചിരുന്ന കലത്തിലുണ്ടാകുന്ന പഴങ്കഞ്ഞി വെള്ളം ഏറ്റവും കൂടുതൽ രോഗികൾക്ക് കൊടുത്തിട്ടുള്ള മരുന്നാണത്. ആ പഴങ്കഞ്ഞി വെള്ളത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പച്ചമരുന്നുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് രോഗികൾക്ക് കൊടുത്ത് ആ രോഗം മാറ്റുകയാണ്. ഒരു 80 വർഷം 90 വർഷം മുൻപ് നടക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇന്നത്തെ പുതിയ പേരിന് പകരം പഴയ പേരിലറിഞ്ഞിരുന്ന നിരവധി രോഗങ്ങളുണ്ടായിരുന്നു. ആ രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് അന്ന് അർബുദം, ഇന്ന് നാം ക്യാൻസർ എന്ന് പറയുന്നു, മഹോദരം, കവിൾവാർപ്പ്, പിള്ളവാതം, അങ്ങനെ വരുന്ന നിരവധി രോഗങ്ങൾക്ക് സ്വാമികൾ താൻ ഭക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അവശിഷ്ടത്തിൽ നിന്ന് ലേശം കൊടുത്ത് രോഗം മാറ്റുകയായിരുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടി തളർവാദം പിടിപെട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് സ്വാമികൾ അങ്ങ് ചെറായിൽ നിന്ന് വരുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയെ കാണുകയും കുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ആ കുട്ടിയെ സ്വാമി തന്നെ ഒരു കൈകൊണ്ട് പൊക്കിപ്പിടിച്ച് അയ്യമ്പിള്ളി അമ്പലക്കുളത്തിൽ കൂടി വലിച്ചു എന്നാണ് പറയുന്നത്. ആ വലിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയോട് ചോദിച്ചത്, നിൻ്റെ മകൻ ഇങ്ങനെ കിടന്നാൽ മതിയോ, അത് നിനക്ക് മാറ്റണ്ടേ? കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, ചികിത്സിക്കാൻ ഇനി ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം ഉപദേശിച്ച മരുന്ന് വീടിന് ചുറ്റും പോയി കഴിഞ്ഞാൽ പഴയകാലത്തെ വീടിന് ചുറ്റും കാണുന്ന ഒരു പ്രത്യേകതയാണ് കുഴിയാനകളുടെ കുഴികളാണ്. അവിടെ നിന്ന് കുഴിയാനകളെ പിടിച്ചെടുത്ത് ഇരുമ്പ് ചട്ടിയിലിട്ട് വറുത്ത് അതിലെണ്ണ ചേർത്ത് അതിൻ്റെ കീടം അരച്ച് ഈ രോഗിക്ക് കൊടുക്കാനും എണ്ണ കുട്ടിയുടെ ശരീരത്തിൽ തപ്പാനുമാണ് പറഞ്ഞത്. അങ്ങനെ ആ എണ്ണ പ്രയോഗം കൊണ്ട് രക്ഷപ്പെട്ട വാവലാമ്പറമ്പിൽ ദേവസ്വക്കുട്ടി എന്ന 81 വയസ്സുകാരൻ ഇന്ന് നായരമ്പലത്ത് ജീവിച്ചിരിക്കുകയാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. രോഗിയായെത്തുന്ന ഭക്തന് മരുന്നായി പലപ്പോഴും സ്വാമികൾ നൽകാറുള്ളത് താൻ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ചിലപ്പോൾ അത് മീൻ കഷ്ണമാകാം, കഞ്ഞിവെള്ളമാകാം, കള്ളോ പച്ചമഞ്ഞളോ, അങ്ങനെ എന്തുമാകാം. പക്ഷേ രോഗി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കും എന്നതിന് തെളിവായി ഈ കരയിലും അടുത്ത പ്രദേശത്തും ഇന്നും പലരും ജീവിച്ചിരിക്കുന്നു എന്നതാണ് നഗ്നമായ സത്യം. ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തിയുമിരുന്ന കഞ്ചാവു സ്വാമികൾ അജാനബാഹുവും സ്വർണ്ണ നിറമാർന്ന തേജസ്സോടെ ജീവിച്ചിരുന്ന വ്യക്തിത്വവുമായിരുന്നു. ഈ ക്ഷേത്രത്തിനും ഈ നാടിനും എന്നും ഐശ്വര്യമായി വിളങ്ങുന്ന കഞ്ചാവു സ്വാമികളുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിൽ ക്ഷേത്രഭാരവാഹികൾ ബദ്ധശ്രദ്ധരാണെന്ന് അഭിപ്രായപ്പെടുകയാണ് ക്ഷേത്രം പ്രസിഡന്റായ ശ്രീ KP ജോഷി. നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠാകർത്താവായ കഞ്ചാവ് സ്വാമി എന്നറിയപ്പെടുന്ന യോഗാനന്ദ പരമഹംസരുടെ സമാധി മണ്ഡപത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ സമാധി ആദ്യകാലങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം നമ്മൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഈ അടുത്ത കാലങ്ങളായിട്ട് ക്ഷേത്രഭാരവാഹികളും വിശ്വാസികളും വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പ്രതിഷ്ഠാകർത്താവിൻ്റെ പ്രാധാന്യം അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ വേണ്ടത്ര എല്ലാ പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കർമ്മങ്ങളിലും അതിൻ്റെ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരിസരവും കർമ്മങ്ങളും എല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടു പോകാനായിട്ട് ക്ഷേത്ര ഭരണാധികാരികളും
ഭക്തജനങ്ങളും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുന്നതിൻ്റെ ഗുണം ഈ നമ്മുടെ ക്ഷേത്രത്തിനും സഭയ്ക്കും മൊത്തമായി കിട്ടുന്നു എന്നുള്ളതുമാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കർമ്മങ്ങളെല്ലാം സാധാരണ ഒരു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആ ഒരു കർമ്മങ്ങൾ തന്നെ പഞ്ചോപചാര പ്രകാരമുള്ള പൂജകൾ ഉൾപ്പെടെയുള്ള കർമ്മങ്ങളാണ് നടക്കുന്നത്. അത് കൃത്യമായി ഒരു വീഴ്ചയും കൂടാതെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നടക്കുന്നുണ്ട്. സമാധി മണ്ഡപം എന്നുള്ള രീതിയിലുള്ള നമ്മളൊരു ശരിക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ പോലെ തന്നെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റേതായ എല്ലാ പരിശുദ്ധിയും കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതേപോലെ എല്ലാ വർഷവും സമാധി ദിനം ജനുവരി 8-ാം തീയതി അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ ഗുരു അനുസ്മരണവും അഭിഷേകവും അതോടൊപ്പം ഒരു ബൃഹത്തായ അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളോടുകൂടി വിശദമായിട്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ജീവിതശേഷിപ്പുകൾ ഒത്തിരിയൊന്നുമില്ലാതിരുന്ന നിസ്വാർത്ഥ മനുഷ്യസ്നേഹിയായിരുന്നു സ്വാമികൾ. അതിനാൽ അദ്ദേഹം കുളിക്കുമ്പോൾ ഇട്ടിരിക്കാൻ ഉപയോഗിച്ചിരുന്ന പലകത്തട്ട് മാത്രമാണ് ഇന്നിവിടെ ഓർമ്മകളുടെ ഇരിപ്പിടങ്ങളായുള്ളത്. ഭക്തമാനസങ്ങളിൽ അത്യാർത്തിയും അഹന്തയും നിറയുമ്പോൾ അവരെ അശ്ലീല പ്രയോഗത്താൽ പുനർവിചിന്തനത്തിന് തയ്യാറാക്കാൻ സ്വാമികൾക്ക് കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ മാത്രം സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു. ഈ ദേശം മുഴുവനും ഒരേപോലെ ആരാധിക്കുന്ന കഞ്ചാവ് സ്വാമികളുടെ തികഞ്ഞ ഭക്തനും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്തോത്രഗീതങ്ങളുടെ രചയിതാവുമായ ശ്രീ സന്തോഷ് നായരമ്പലം നമ്മളോട് സംസാരിക്കുന്നു. കഞ്ചാവ് സ്വാമികളുടെ ഒരു എളിയ ഭക്തനും ആരാധകനുമാണ്. സ്വാമിയെക്കുറിച്ച് ചെറുപ്പം മുതൽ അറിഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ജിജ്ഞാസാപൂർവവും ആവേശപൂർവ്വം കേട്ടിരുന്ന ഒരു വ്യക്തിയാണ്. സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെടാതായ സംഭവങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർത്തണം, അറിയണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി സ്വാമിയെക്കുറിച്ച് പൂർവികരായ ആളുകളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വച്ച് അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്തോത്രകൃതിയായിട്ട് കഴിഞ്ഞ വർഷം ഇറക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ദേശം വരും തലമുറകളിലേക്ക് സ്വാമി അറിയപ്പെടാതെ പോയ കാര്യങ്ങൾ കുറച്ചെങ്കിലും ആളുകളിലേക്ക് പകരുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. പരിമിതികൾക്കുള്ളിലാണെങ്കിലും കുറഞ്ഞ അറിവുകൾക്കിടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് എഴുതുവാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ അത് പൂർത്തിയാക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ നിത്യ ബ്രഹ്മചാരിയാം ഭഗവാനെ. കാലത്തിൻ കൽപ്പനയാൽ കാലദേശങ്ങൾ താണ്ടി കാരുണ്യമൂർത്തിയായി വന്നൊരു ദിവ്യനല്ലോ. പത്മാസനസ്ഥനായി തീരുന്നു വിലസുന്ന മോഹന തേജോരൂപം കൈവല്യം തരുമല്ലോ. 1955 ജനുവരി 8-നായിരുന്നു സ്വാമികൾ ഇവിടെ സമാധിയായത്. സന്യാസ ജീവിതം നയിക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളോടൊത്ത് ഇടപഴകി അവരുടെ ജീവിത രീതിയും ഭക്ഷണക്രമവും കൂട്ടിയിണക്കി അതിൽ പ്രകൃതി ചികിത്സയുടെ തനിമയും ചേർത്ത് മണ്ണിൽ ഉറച്ചുനിന്ന ഇത്തരം സ്വാമികൾ മണ്ണിൽ അപൂർവമാണ്. ആ അപൂർവതയാണ് ഈ കാലഘട്ടത്തിലും കഞ്ചാവ് സ്വാമികളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കഞ്ചാവ് സ്വാമി ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്ത ഒരു അനുഭവം കൂടി പറയുമ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ബോധ്യമാകും. കായകൽപ്പം എന്ന് പറയുന്ന ഒരു മരുന്ന് അത് ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് വൈദ്യരത് ഉണ്ടാക്കുകയും സ്വന്തം മകന് തന്നെ അത് കൊടുത്ത് പരീക്ഷിക്കുകയും ചെയ്തപ്പോൾ
ഒരു ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് വന്ന മകന് കല്ലലമാരിയിലിരിക്കുന്ന ആ അരിഷ്ടമെടുത്ത് കഴിക്കാൻ പറയുകയും കുട്ടി കുപ്പി മാറി ആസിഡ് കഴിച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് പറഞ്ഞു, നിന്നോട് അന്ന് ഞാൻ പറഞ്ഞതാണ്, നീ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ചരിത്രമാണ്. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് അയ്യപ്പദാസ് എന്ന തൻ്റെ ഭക്തൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് തിരിച്ച് ചെറായിൽ വരികയും ചെറായിൽ നിന്ന് ഈ കൊച്ചമ്പലത്തിലേക്ക് വരികയും 1948 ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയും അതിനുശേഷം നടന്ന കാലയളവിൽ ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അന്ന് പ്രതിഷ്ഠ നടത്തിയത്, ഞാൻ ആദ്യം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം, പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം നിശ്ചയിച്ച സ്വാമികളായിരുന്നു. ആ മുഹൂർത്തം നിശ്ചയിച്ച സ്വാമികൾ ആ സമയത്ത് സ്ഥലത്തെത്തിയില്ല. വളരെ ചുരുക്കം ഭക്തന്മാർ മാത്രമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഭക്തന്മാർ അവർക്ക് കയ്യിൽ കിട്ടിയ പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വച്ചിരുന്നു. പക്ഷേ സ്വാമികൾ വൈകി വന്നതിൻ്റെ പേരിൽ ഇതൊന്നും എടുക്കാതെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ അന്നേരം കൊണ്ടുവന്ന് വച്ചിരുന്ന ദണ്ഡായുധപാണിയായ ബാലമുരുകൻ്റെ വിഗ്രഹം 4 കൂട്ടി മുറുക്കി തുപ്പി അതിൽ പ്രതിഷ്ഠിക്കുകയാണുണ്ടായത്. അതിനുശേഷം ഇന്നേ വരെ ആ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഒരു പുനഃപ്രതിഷ്ഠ നടത്തുകയോ ഒരു നവീകരണം നടത്തുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ് സ്വാമികളുടെ പ്രത്യേകത. ഇന്ന് ക്ഷേത്ര ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന് തയ്യാറാകുമ്പോൾ അന്ന് സ്വാമികൾ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം അതേപോലെ നിർത്തിക്കൊണ്ട് യാതൊരു വ്യത്യാസവും വരുത്താതെ ക്ഷേത്ര പുനർനിർമ്മാണമാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, സാധാരണക്കാർക്ക് ഒരുപാട് ആശ്വാസങ്ങൾ നൽകിയിട്ടുള്ള സ്വാമികൾ തൻ്റെ ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതൊരു സമ്പൂർണ്ണ ചരിത്രമാക്കാൻ, നിർഭാഗ്യവശാൽ സമ്പൂർണ്ണ ചരിത്രമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോലും വിശ്വാസമില്ല പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുമെന്ന്. അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ച് നടന്ന പല കാര്യങ്ങളും ഇന്നും പൂർണ്ണതയിലെത്താത്തതാണ്. എങ്കിൽ പോലും കിട്ടിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നാം ഇവിടെ തയ്യാറാക്കും. അതിനുള്ള ശ്രമത്തിലാണ്. അതിനോടനുബന്ധിച്ച് പല ഭക്തന്മാരും, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് RB സന്തോഷ്. അദ്ദേഹം ആദ്യം ഇവിടെ കഞ്ചാവ് സ്വാമികളുടെ ഒരു ഫോട്ടോ, ഇവിടെ നടക്കുന്ന അമൃതഭോജനത്തിന് മുൻപ് ഒരു ഫോട്ടോ അനാച്ഛാദനം നടത്തി. അതിനുശേഷം കാർഡ് അടിച്ച് ഭക്തന്മാർക്ക് കൊടുത്തു. അതിനുശേഷം ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു കീർത്തനം രചിച്ചുകൊണ്ട് ആ പുസ്തക രൂപത്തിലാക്കി. ഇപ്പോൾ അടുത്ത പരിപാടി സ്വാമികളുടെ ഒരു ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതുപോലെ നിരവധി പരിപാടികളുമായി നിരവധി ഭക്തന്മാർ മുന്നോട്ട് വരികയാണ്. വേദവും ഉപനിഷത്തും കോരിക്കുടിച്ച് അടുക്കാതെയും തൊടാതെയും ഭൂരിപക്ഷത്തിനും അപ്രാപ്യമായ സംസ്കൃതം വിളമ്പുന്ന ഭിക്ഷുക്കളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പച്ചയായ മനുഷ്യൻ എന്നും അവന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക കഞ്ചാവ് സ്വാമികളെയായിരിക്കും. പുതിയ കാലം ബ്രഹ്മശ്രീ യോഗാനന്ദ പരമഹംസൻ എന്ന് വിളിക്കുമ്പോഴും ജനമനസ്സിൽ അതിലുമപ്പുറം പച്ചയായ മനുഷ്യ സന്യാസി കഞ്ചാവ് സ്വാമികളെന്ന് ഉറക്കെ വിളിക്കും. അതുകൊണ്ട് ദിവ്യമാം നിൻ പാദസ്പർശത്താലിങ്ങനെ ധന്യമായി തീർന്നൊരീ നാട്ടിലെങ്ങും നിൻ ദിവ്യമാം കാരുണ്യ പുഷ്പങ്ങൾ വീണെന്നും നവ്യമാം സ്നേഹത്തിൻ നാളങ്ങളുയരട്ടെ. ഭവ്യമാം കാരുണ്യ പുഷ്പങ്ങൾ വീണെന്നും നവ്യമാം സ്നേഹത്തിൻ നാളങ്ങളുയരട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാദ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ. കേരളത്തിലുടനീളം ഷോറൂമുകൾ.